അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ല? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് സാബിത്ത പറയാൻ വേണ്ടി വന്ന എന്താണെന്ന് നിങ്ങൾ അറിയോ? ഇപ്പോഴുള്ള രക്ഷിതാക്കൾക്കെല്ലാം വളരെ വിഷമങ്ങളുണ്ട്. ഒലിക്ക് എന്തിനാ സാബിത്ത വിഷമങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു മറ്റേ സിറാജുദ് ഉസ്താദ് പറയുന്നതും ഞാൻ കേട്ടു. കാരണം ആ ഉസ്താദിനോടും പെൺകുട്ടികളുടെ ഉപ്പമാർ പറയുന്നു, ഞങ്ങളെ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ പുതിയാപ്പിളിനെ അന്വേഷിക്കുമ്പോൾ പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് പഠിക്കണം ഉപ്പ, ഞങ്ങൾക്ക് പഠിപ്പ് കഴിഞ്ഞിട്ട് മതി ജോലി, അല്ല കല്യാണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം രക്ഷിതാക്കള് വല്ലാത്ത വിഷമത്തിലാണ് എന്നൊക്കെ സിറാജുദ്ദീൻ ഉസ്താദും പറയുന്ന കേട്ട്. ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ട് അപ്പം പെൺകുട്ടികള് നമ്മളെ അല്ലാഹു തആല പറഞ്ഞത് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിക്കണം എന്നാണ്. അത് 9 വയസ്സിൽ പ്രായപൂർത്തിയാകുന്നതുണ്ട്, 18 വയസ്സിൽ പ്രായപൂർത്തിയാകുന്നതുണ്ട്, 18 ആണ്ട 12, 13 പ്രായപൂർത്തിയാകുന്നുണ്ട്. അപ്പൊ ഈ 9 വയസ്സിൽ പ്രായപൂർത്തിയായിക്കണല്ലേ ആരോഗ്യമുള്ള കുട്ടിയൊക്കെ 9 വയസ്സിലെല്ലാവും, 10 വയസ്സിലാവും. അപ്പം പ്രായപൂർത്തിയായ ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് പറഞ്ഞത്. പണ്ടല്ല അങ്ങനെയാണല്ലോ, 13 വയസ്സും 12 വയസ്സിലും 10 വയസ്സിലും എല്ലാം പിടിച്ചു അങ്ങനെ കഴിക്കുന്ന സമയമാണല്ലോ. എൻ്റെ കല്യാണം കഴിച്ചതും 16 വയസ്സിലാണ്. അപ്പം 13 വയസ്സിലെല്ലാം കല്യാണം കഴിഞ്ഞ് ഒരുപാട് കുട്ടികളുണ്ട്. എന്നിട്ട് ഭർത്താക്കന്മാരുടെ അടുത്ത് റൂമിൽ എങ്ങനെ പോകണം, എങ്ങനെ കിടക്കണം എന്ന് പോലും അറിഞ്ഞുകൂടാണ്ട് ഭർത്താവ് തൊടാൻ പോകുമ്പം പോലും കൂക്കിയിട്ടിട്ട് നാണക്കേടിലായതും, അങ്ങനെ കുറെ പാഠം കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് കുറെ സ്വന്തം വീട്ടിൽ പോയി നിന്ന് എല്ലാം കൂടി ഒത്തിണങ്ങിക്കൊണ്ട് വന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് 10 വയസ്സിലും 12 വയസ്സിലും 13 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചിട്ട് BCD അറിഞ്ഞുവിടാലോ. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നല്ല. ഇന്ന് പെൺകുട്ടികൾ പഠിക്കുന്നെന്ന് പറയുന്നത്. ഈ പഠിക്കുന്നെന്ന് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾ അറിയോ? രക്ഷിതാക്കളാണ് കേൾക്കേണ്ടത്. ഏത് രക്ഷിതാക്കള്? ഇപ്പോഴുള്ള രക്ഷിതാക്കളല്ല. ഇപ്പോഴുള്ള രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാല്, ഇപ്പം എൻ്റെ മോൻ്റെ എല്ലാം പ്രായമായ രക്ഷിതാക്കളുണ്ടല്ലോ, അതൊന്നും രക്ഷിതാവാണല്ലോ. എൻ്റെ മോനിക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്, മോക്ക് 3 കുട്ടികളുണ്ട്. അവരും ഇപ്പൊ രക്ഷിതാവാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചെറുപ്രായമുള്ള കുട്ടികളോടല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഇന്നെല്ലാം അറിയാം, ചോദിക്കുന്നെല്ലാം വായി കൊടുക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ ഉള്ള എൻ്റെ എല്ലാം സമയങ്ങളിലുള്ള അതിൻ്റെ കുറച്ച് ഇങ്ങോട്ടുള്ളതുമായ രക്ഷിതാക്കൾ കേൾക്കണം. പ്രത്യേകം ആണുങ്ങൾ തന്നെയാണ് കേൾക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോടതികൾ ചെന്ന് നോക്കിയാൽ 19 വയസ്സ് മുതൽ 18 വയസ്സ് മുതൽ 30 വയസ്സിൻ്റെ ഉള്ളിൽ 25 വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾ ഡിവോഴ്സായിട്ട് പോയത് കോടതികളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം. എത്രയാ. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെ മോളും ഇങ്ങനെ തന്നെ ഡിവോഴ്സാണ്. ഡിവോഴ്സിന്റെ ആവശ്യത്തിന് കോടതിയിൽ പോയപ്പോ അവൾ എന്നോട് പറഞ്ഞതാണ്, സാബിറ, കോടതിയിൽ അങ്ങ് പോകാൻ കഴിയുന്നില്ല. അത്രയും ആള് ഡിവോഴ്സിന് പോയത് 18 വയസ്സിന്റെ മേലോട്ട് 26 വയസ്സ് വരെയുള്ള കുട്ടികളും, അതിൽ ഒരു കുട്ടി ആയതുണ്ട്, 2 കുട്ടി ആയതുണ്ട്, നിറഞ്ഞിക്ക് ഡിവോഴ്സിന് ചെന്നത് കോടതിയിലുള്ളത് എന്ന്. അപ്പം ഇങ്ങനെല്ലാം പണ്ടല്ല ഇങ്ങനെ ഇല്ല. പണ്ട് നമ്മൾ എത്ര അടിച്ചാലും കുത്തിയാലും ചീച്ചാലും നമ്മൾ ഭർത്താവിൻ്റെ അടുത്ത് തന്നെയാണല്ലോ പോയി നിൽക്കുക. ഇന്ന് അങ്ങനല്ല. ഇന്ന് ചെറിയ കാരണത്തിൽ തന്നെ ഈ നൈ പോയാൽ ഡിവോഴ്സാ, മാണ്ടാന്ന് പറഞ്ഞാൽ അങ്ങ് പോക്കാം. ഭർത്താവിനെ തമ്മിലുള്ള നമ്പർ കണ്ടാൽ പിന്നെ പോക്കാം. അതിന് പ്രതികരിക്കലൊന്നുമില്ല. അങ്ങനെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇന്ന് അങ്ങനത്തെ പലതും മായങ്ങൾ ചേർത്ത ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ മനസ്സിനൊരു പിടിച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടുന്നില്ല. അതൊന്നും നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. അതെടുക്കട്ടെ. അപ്പം പെൺകുട്ടികള് കാണുന്നുണ്ട്, അവരെ ഉമ്മാറ് അവരെ ഭർത്താക്കന്മാരോട്, അതായത് പെൺകുട്ടികളുടെ ഉപ്പാനോട് അവരെ ഉമ്മ പൈസക്ക് ചോദിക്കുന്നു. ഒരു കല്യാണം ഉണ്ട്, ഒരു ഡ്രസ്സ് എടുത്തു തരുമോ? എൻ്റെ അടുത്ത് പൈസയില്ല. ഉമ്മക്കൊത്തെ പോവുക, എൻ്റെ അടുത്ത് പൈസയില്ല. ഒരു കിലോ ഇറച്ചി വാങ്ങിത്താൻ എൻ്റെ അടുത്ത് പൈസയില്ലേ? അങ്ങനെ ഉണ്ട് ആണുങ്ങൾ.
ആണുങ്ങൾ നിങ്ങൾ ആയിരിക്കും മൂലയെ കുത്തിരിക്കുന്നതാണ്. ആണുങ്ങൾക്ക് എന്താ നയിക്കാൻ പോയിക്കൂടാ, പണിക്ക് പോയിക്കൂടാ? അത് അങ്ങനെ പറയുന്നതല്ല. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സർക്കാ ഇത് കാണൂല. കൊടു ഇത് ബന്ധാക്ക് ഞാൻ വീഡിയോ എടുത്തിട്ട് പൈസ എത്തിയ ബന്ധാക്കല. അപ്പൊ ഞാളെ നിർത്തി തരൂലേ നിങ്ങക്ക്? പിന്നെ അങ്ങനെ രക്ഷിതാക്കള് പിന്നെ അവരെ ഉമ്മാക്ക് ചോദിച്ചാല് മര്യാദക്ക് കൊടുക്കുകയില്ല, വാങ്ങിക്കൊടുക്കൂല, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കൂല. അങ്ങനെ ഈ ഉപ്പാനോട് പൈസക്കും വേണ്ടി ഇങ്ങനെ മല സൗണ്ട് കുറച്ചിട്ട് പോട്, അപ്പോൾ അങ്ങ് കൊണ്ടോട്, നിങ്ങളെ റൂമിൽ കൊണ്ടോട്, കാരണം മര്യാദക്ക് കേൾക്കാലോ. പിന്നെ അങ്ങനെ ഉപ്പാറോട് ഇങ്ങനെ പൈസക്ക് കെഞ്ചുന്നത്, എവിടെയും പോവേനെ, ഒരു കുറിക്ക് കൊടുക്കുകേനെ, ഒരു മീൻ വാങ്ങുകയെ, എന്തിനും നമ്മൾ കാണുന്നുണ്ട് ഉപ്പാറ് കൊടുക്കാത്ത വിഷമങ്ങള് ആ മക്കള് കാണുന്നുണ്ട്. ഉമ്മാക്ക് കൊടുക്കാത്ത വിഷമങ്ങൾ പല നമ്മൾ നേരിൽ കണ്ടത് ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാം വിഷമം കണ്ടിട്ടാണ് ഇപ്പോൾ പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നത്. കാരണം അവരെ കയ്യിൽ 10 റുപ്യ ഉണ്ടെങ്കിൽ എന്തിന്, അല്ലെ പണ്ടത്തെ പോലല്ല. ഇപ്പൊ ഫോണിന് റീചാർജ് ചെയ്യണമെങ്കിൽ ഒരു ചുരുങ്ങിയത് 300 റുപ്യെങ്കിലും വേണം, ഒരു 1.5 GB കിട്ടണമെങ്കിൽ. അപ്പം ഭർത്താവിനെ ഫോണും ചെയ്യണം, അവിടെ മാസത്തിൽ 700 റുപ്യ അതിന് തന്നെയായി. പിന്നെ സിഹാജ് ഉസ്താദ് വന്നിട്ട് ഭക്ഷണത്തിനല്ലേ നമ്മളിങ്ങനെ പോകുന്നത്, നമ്മളെ വീട്ടിലെ മക്കളെ പോറ്റ ഭക്ഷണത്തിനൊന്നല്ല ഉസ്താദേ, ഭക്ഷണം മതിയോ, പാർപ്പിടം വേണ്ടേ ഉസ്താദിനത് തോന്നുന്നത്? ഉസ്താദിനൊരു വീടുണ്ട്, പാർക്ക്, അത് മതിയോ ഉസ്താദെ? ഒരു വീട് വേണ്ടേ ഉസ്താദെ? അതെല്ലാം കേട്ടിട്ട് ഞാനിങ്ങളോട് അധികം ഒന്നും പ്രതികരിക്കാതാക്കൊന്നും പോകുന്നൊന്നല്ല. പെൺകുട്ടികൾ പഠിക്കണം കേട്ടോ, പെൺകുട്ടികൾ പഠിക്കണം. പിന്നെ പെൺകുട്ടികൾ ഇന്ന് നമ്മളൊരു ഗർഭിണി ആയാൽ, ഒരു മുസ്ലിം സ്ത്രീകൾ ഗർഭിണി ആയാൽ, പിന്നെ എനിക്ക് ഗർഭിണിയായ സമയത്തും എൻ്റെ ഭർത്താവും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗർഭിണിയെ നോക്കുന്ന ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാം. ഗർഭിണികളെ നോക്കുന്നത് ആണ് ഡോക്ടറാണോ പെണ്ണ് ഡോക്ടറാണോ എന്ന് ചോദിക്കാം. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. നമുക്ക് അവള് 3 പ്രസവിച്ചിക്ക് ഈ ഇതേവേ ഒരു 3 പ്രസവത്തിൽ നമുക്കൊരു ആണ് ഡോക്ടർ നമുക്ക് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല, കുട്ടി കൊടുത്തിട്ടില്ല. പെണ്ണ് ഡോക്ടറെ തന്നെ നമ്മൾ പോയതും. അപ്പൊ ഈ പെണ്ണ് ഡോക്ടർ ആവണമെങ്കിൽ ഞമ്മക്കും ഡോക്ടർ ആവണ്ടേ അല്ലേ? അന്താ മുസ്ലിം പെൺകുട്ടിയൊക്കെ ഡോക്ടർ ആവണ്ടേ? നമ്മൾ മുസ്ലിം ഡോക്ടർ ഉണ്ടോ മറ്റേ എന്ത് ഡോക്ടർ ഉണ്ടോ അതൊന്നല്ല നമ്മൾ ചോദിച്ചു പോകുന്നത്. നമ്മൾ പെണ്ണായ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാ പോകുന്നല്ലേ. അപ്പൊ എന്തിനും നമ്മള് ഈ ലേഡീസിന് നമുക്ക് കാണിക്കാൻ പാടില്ലാത്ത ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ലേഡി ഡോക്ടറെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ പോകുമ്പോ നമ്മളെ മുസ്ലിം കുട്ടികൾ പഠിക്കണ്ടേ? ഞാൻ ഇന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് വലിയ വീടെടുക്കണ്ടിട്ടോ അവരെ കുട്ടികളെ നോക്കാൻ വേണ്ടിയോ അല്ല അവർ പഠിക്കാൻ പോകുന്ന. അവരെ ഉപ്പാനോട് അത്രയും പൈസക്ക് കെഞ്ചി നിന്നവർ കാണുന്നുണ്ട്. 100 റുപ്യരോ 50 രൂപ 10 റുപ്യരോ ജോലിക്ക് പോകാണ്ട് ആടെയും ഇവിടെയും തേരാപ്പാറ നടക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ട് ഭാര്യയും മക്കൾക്കും പൈസയില്ല, ചോറില്ല, ഭക്ഷണമില്ല. ഒരു പുരയിലാക്കണേ ഭർത്താക്കന്മാർ കിഞ്ഞു പോയിട്ട് മര്യാദക്ക് ഒരു 10 റുപ്യ കൊണ്ടാക്കണ്ടേ? ഇന്ന് ഭർത്താവിന് ഒരു 500 റുപ്യ ശമ്പളം കിട്ടി നോട്ടിക്കാം. 500 തീർക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? അതിൽ നിന്ന് 400 ചെലവാക്കിയിട്ട് 100 ആടെ വെക്കണം. എന്നാലാണ് നാളെയും 400 ചെലവാക്കി 100 വെച്ചാൽ 200 ആവുള്ളൂ. അല്ലാണ്ട് 500 അകത്തുനിന്ന് ഇന്ന് തന്നെ 200 വെച്ചാൽ 300 നമുക്ക് മതിയാവില്ല. അപ്പൊ അങ്ങനെ 100 100 100 100 200 അങ്ങനെല്ലാം വെച്ചാലാണ്, കൂട്ടി വെച്ചാലാണ് പൈസ ആവുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വെക്കണം. അല്ലാണ്ട് ഇത് എത്ര ആണുങ്ങളുണ്ട് പണിയും കഴിഞ്ഞ് വരും, വീട്ടിലേക്ക് എന്തെങ്കിലും മീൻ വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ വിളിച്ചാൽ അരിയില്ലെങ്കിൽ എന്തെങ്കിലും അരിയാൻ വാങ്ങിക്കൊടുക്കും. ബാക്കി പൈസ ചങ്ങായിമാരോടി കൂടി എത്ര ഉണ്ട്. അങ്ങനെ ചങ്ങായിമാരോടി കൂടി പോയിട്ട് വാങ്ങി തിന്ന ആടടിക്ക് ഉല്ലസിക്കും. പിന്നെ ഇതടിക്കുന്ന പോലെ അത് വേറെ ഉണ്ട് അല്ലേ. അപ്പൊ അതെല്ലാം കണ്ടിട്ടാണ് പെണ്ണുങ്ങൾ ആണുങ്ങളോട് എനിക്ക് കെഞ്ചാൻ പറ്റൂല എന്ന് വിചാരിച്ചു കൊണ്ടാണ് അവർ ജോലിക്ക് പോകുന്നത്. നല്ല കാര്യമാണ്. പെൺകുട്ടികളെ നിങ്ങൾ ജോലിക്ക് പോകണം, പെൺകുട്ടികളെ നിങ്ങൾ ജോലിക്ക് പോകണം. മനസ്സിലായോ? ഞാനെല്ലാം പണ്ടെല്ലാം പല്ലടക്കണ്ടിട്ട് പണ്ടെല്ലാം പറിച്ചു ചാടല നമുക്ക് പല്ലടക്കുക. പൈസ തരുവാ സർക്കാർ, പൈസ തരുവാ സർക്കാർ, പൈസ തരുവാ. നമ്മളിങ്ങനെ ചോദിക്കണോ? ചിലപ്പം വേഗം തീർന്നോലുണ്ടാവും, ചിലപ്പം പിന്നെ പല്ലടക്കം പൈസ ആയിരുന്നു, ഇവിടെ പല്ല് വർഷം ചാടിക്കളാന്ന് പറയുന്നോലും ഉണ്ടാവും. അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ടാവും. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട്
നമ്മളെ കൈ പൈസ ഉണ്ട് നമുക്ക് വേഗം നമുക്ക് എന്ത് ചെയ്യും. അതുകൊണ്ടാണ് പെൺകുട്ടികൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കണം, പെൺകുട്ടികളെ പഠിക്കണം. പഠിച്ചിട്ട് പിന്നെ നിങ്ങളെ കൈ പൈസ ഉണ്ട് എന്ന് വെച്ചിട്ട് ഭർത്താക്കന്മാർ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല, അവരൊന്നും കാട്ടിക്കൂട്ടാൻ പാടില്ല. നിങ്ങളെ പൈസ നിങ്ങളെ ഭർത്താവിന് അപ്പാടെ ചെറിയ ആളെല്ലാം ഉണ്ട് അങ്ങനെ തയ്ക്കുന്ന പൈസ തേച്ചും ഭാര്യ ഭർത്താവ് അങ്ങ് വാങ്ങും, എന്നിട്ടുള്ള കൈ പൈസയില്ല. അങ്ങനെല്ലാം പലതും ഉണ്ട്. അപ്പം ഭർത്താവിന്റെ ആവശ്യത്തിനും നമ്മളെ കൂടെ ഒരു ഭർത്താവ് ഉണ്ടാകാതിരിക്കാനും ഒരാണെന്നൊരു തുണ നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് വെറും പൈസയും കൊണ്ട് നമ്മളെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി നമ്മളെ കുട്ടികളെ നോക്കി അതിനൊരു സുഖമില്ല, അതിനൊരു രസമില്ല കേട്ടോ. ഞാനൊരു സ്ഥലത്ത് പോയപ്പോ ഒരു അമ്മയും മോനും വന്നിക്ക് അവിടെ പിന്നെ ഭർത്താവ് എന്തല്ലോ കള്ളു കുടിക്കുകയും താക്കുകയും ചെയ്തിട്ട് പ്രശ്നത്തിലാണ്. അപ്പം അവക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ്, അത് വേണ്ടെന്നെല്ലാം പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു മക്കൾക്ക് വേണ? ആ മക്കൾക്ക് ഒരച്ഛനെ വേണമെന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. എന്നാ പറഞ്ഞില്ല, ഭർത്താവിനെ തന്നെ എനിക്ക് സ്വീകരിക്കണം. എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്തു, എന്തെങ്കിലും ഒരു വൈമനസ്യം അവളെ മനസ്സിലുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മളെ കൂടെ എപ്പോഴും ഭർത്താവ് വേണം. അത് നമ്മളൊരു തണലാണ്. ഒരാണ് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു തണലാണ്. അവര് തരുന്നുണ്ടോ തരുന്നില്ല എന്നല്ല, തരണം, കൊടുക്കണം, നോക്കണം. കൊടുക്കാത്ത ഭർത്താവിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടെങ്കിലേ തണലായി കൂട്ടുവാനും പറ്റുള്ളൂ. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് സോൾവ് ആക്കുക. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത് നമുക്ക് ഭർത്താവ് വേണം. ഭർത്താവ് ഇല്ലാണ്ട് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു ചെറുപ്പക്കാരത്തികളാണത്. ഭർത്താവ് ഇല്ലാണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനത്തെ ഒരു കണ്ണുകൊണ്ടാണ് നമ്മളെ കാണുക. ഭർത്താവില്ലാത്ത നമ്മൾക്ക് എങ്ങോട്ട് പോകുമ്പം മറ്റുള്ളവർക്ക് സംശയത്തിലാക്കാണ്. കണ്ട ഓക്ക് ഭർത്താവൊന്നുമില്ല, ഓളപ്പോക്ക് തീരെ ശരിയില്ല. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ആണുങ്ങളോട് എന്തെങ്കിലും കാര്യം ചോദിക്കേണ്ടി വന്നാൽ അതിന് ചുറ്റുവട്ടത്തിലും കണ്ണ് കോർപ്പിച്ച് നോക്കുകയും ചെയ്യും. നോക്കുന്നവർ വേറെ രീതിയിലാണ് അതവര് കണ്ടെത്തുകയും ചെയ്യാം, ഭർത്താവില്ല എന്നുള്ളത് ഓരോ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം ഭർത്താവ് നമ്മുടെ കൂടെ തണലാണ്, നേലാണ്, നമുക്കൊരു ശക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോകുന്നതേയില്ല, കല്യാണം കഴിക്കണം. പിന്നെ കല്യാണം കഴിക്കുന്നല്ല, പഠിക്കുന്നതിൻ്റെ ഇടയിൽ കല്യാണം കഴിപ്പിച്ചാൽ കുട്ടികൾ സമ്മതിക്കാത്ത വേറൊന്നുമല്ല. ഒരുപാട് പറയാനുണ്ട് മക്കളെ, ഒരുപാട് പഠിക്കാനുണ്ട്. ആദ്യം അവർ പറയും ഞാനെല്ലാം പഠിപ്പിക്കൂ, ഇനി അങ്ങനാക്കൂ ഇങ്ങനാക്കൂ, മളയെ ഞാൻ ജോലിക്കാക്കൂ, ഞാൻ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കൂ. കഴിച്ചു കഴിഞ്ഞാലോ, പക്ഷെ അതിന്റെ മുന്നേ ഓനിക്കോളോട് സ്നേഹമൊന്നുമില്ലല്ലോ. കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ പെണ്ണ് കാണാൻ പോയാലും തന്നെ സ്നേഹം എന്നുള്ളോട് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ സൗണ്ട് എന്ന് പറഞ്ഞടാ, പെണ്ണിനോട് സ്നേഹം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഓ കല്യാണം കഴിച്ച് അടുത്തു കൂടുമ്പാണ് സ്നേഹം വരുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ദൂരെ നിൽക്കുമ്പോ പെണ്ണ് കാണാൻ പോകുന്നവളോട് പറയും ഞാൻ അയക്കുവടി ഇതാക്കും പോവും എന്നെല്ലാം പറയും. അത് ഓളോട് ആ സ്നേഹം ഇല്ല, ഓളവിടെ പോയാൽ പ്രശ്നമില്ല എന്നുള്ള നേരം കൊണ്ടാണ്. അപ്പൊ അടുത്ത് വന്നു കഴിഞ്ഞാല് ഓളോട് ഇങ്ങ് സ്നേഹം ഇങ്ങ് കൂടുമ്പം ഓളേടിയും പോറ് അങ്ങോട്ട് പോകുന്ന ഇഷ്ടാവൂല, അവിടെ നോക്കുന്ന ഇഷ്ടാവൂല, ഇവിടെ നോക്കുന്ന ഇഷ്ടാവൂല, അങ്ങനെ പറഞ്ഞു പോണ്ട. നമ്മക്കറിയുന്നൊരു പെൺകുട്ടിയാണ് നമ്മളോട് പറഞ്ഞത്. നമ്മക്കറിയുന്നൊരു പെൺകുട്ടി, ഓള് കല്യാണം കഴിച്ചിട്ട് ഓള് ഡോക്ടറെ ഭാഗം എല്ലാം പഠിച്ച് പൂർത്തിയായതിനു ശേഷമാണ് ഓള് കല്യാണം കഴിക്കുന്നത്. ഇനി കല്യാണം കഴിച്ചോ, അല്ല എനിക്ക് ഞാൻ ഇനിയും പഠിക്കുകയും അയക്കാം, ഞാൻ ജോലിക്കും അയക്കാം, കംപ്ലീറ്റ് ഓക്ക് എല്ലാ ഉത്തരവാദിത്വം കൊടുത്തതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. അപ്പൊ പെൺകുട്ടി എന്നോട് പറഞ്ഞു, കല്യാണം കഴിച്ചതിന് ശേഷവും പറയുന്നത് ഇനി ജോലിക്ക് പോകണ്ട, നീ നയിച്ചിട്ടുള്ള പൈസ ഇവിടെ വേണ്ട, ഇവിടെ ഞങ്ങളെ കയ്യിൽ തന്നെ ഒരുപാട് പൈസയും പണമുണ്ട്, ഇഞ്ഞ നോക്കുകയുള്ള എല്ലാ പൈസയും ഇവിടെ ഉണ്ട്, ഇനി ജോലിക്ക് പോകണ്ടാണ്, ഇനി ചെയ്ത ജോലിയുടെ പൈസ വേണ്ടാണ്. പെൺകുട്ടി എന്നോട് പറഞ്ഞതാ. ഡോക്ടറെ പാകം എല്ലാ പഠിപ്പും കഴിഞ്ഞ ശേഷമാണ് ഓള് കല്യാണത്തിൽ നിന്ന്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കല്യാണം വേണ്ടാന്ന് പറയാനുള്ള കാരണം അതാണ്. ആനയാ കുതിരയാന്ന് പറയും, പിന്നെ പഠിപ്പിക്കാൻ അയക്കൂല. അതുകൊണ്ട് ആണുങ്ങളെ നിങ്ങളും വളരെ സൂക്ഷിക്കണം. ദൂരെ നിൽക്കുന്നേരം നിങ്ങൾ പറയും, പെണ്ണ് കാണാൻ പോകുമ്പോൾ പറയും അയക്കൂന്ന്. അപ്പം നിങ്ങൾക്ക് ആ സ്നേഹബന്ധം വരുന്നില്ലല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞ് നിങ്ങളോട് സ്നേഹങ്ങളും നല്ല ബന്ധങ്ങളും വന്നു കഴിയുമ്പോൾ ഓള് പുറത്ത് പോകുന്നത് നിങ്ങൾക്ക് അത്ര പിടിക്കൂല. അയക്കുന്നോലുണ്ടേ, ഇല്ല എന്നല്ല പറയുന്നത്, അയക്കുന്നോലുണ്ട്. 50-ൽ 50 ആളും അയക്കുന്നോലുണ്ട്, പക്ഷെ 50 അയക്കാത്തവരുണ്ട്. ഇതിപ്പോ നമ്മളെങ്ങനെ തിരിച്ചറിയാം? അയക്കൂല, നമുക്ക് മുന്നേ തിരിച്ചറിയാൻ പറ്റൂലല്ലോ. അപ്പൊ കുട്ടീൻ്റെ എല്ലാ പഠിപ്പും കഴിഞ്ഞ്
പൂർത്തിയായി കഴിഞ്ഞിട്ട് കുട്ടി പറയുന്ന കല്യാണം മതി. ആയിക്കോട്ടെ, എന്നാ പിന്നെ ആ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിക്ക് അങ്ങ് പോയിട്ട് അങ്ങ് ജീവിക്കാലോ. ജീവിക്കണ്ടേ മക്കളെ? പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് 1, 2, 3 മക്കളാകുന്നപ്പോഴത്തേക്ക് നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും വയസ്സായിട്ടുണ്ടാവും. പിന്നെയും നമ്മളെ ആങ്ങളാടെല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ടാവും, കുട്ടികളായിട്ടുണ്ടാവും. ഒലിക്ക് ഭാരങ്ങളും വിധികളൊക്കെ ആയി. പിന്നെ നമ്മളെ മക്കളെയും കൂട്ടി നമ്മളെ സ്വന്തം പറയപ്പോ ആരാ നോക്കുക? സിറാജുൽ ഉസ്താദ് ഒന്നും മറുപടി പറഞ്ഞു തന്ന ആരാ നോക്കുക? അതുകൊണ്ട് ആക്ഷേപിക്കാനോ ആരൊന്നും പറയാനൊന്നും വന്നല്ല ഞാൻ. പെൺകുട്ടികൾ പഠിക്കണം, പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിക്കണം. കുറെ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് കല്യാണം ഒന്നും വേണ്ടാന്ന്. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കുറെ കുട്ടികൾ. ഞാൻ പറഞ്ഞു കല്യാണം വേണം മക്കളെ, അതുകൊണ്ട് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് കല്യാണം കഴിക്കുക, പഠിക്കുക. ഓക്കെ മക്കളെ, ബായ്. ഞാൻ ഇങ്ങനെ കണ്ട ഒരുപാട് കാര്യങ്ങളെല്ലാം ഇനിയും എനിക്ക് പറയാനുണ്ട്. നല്ല കാര്യങ്ങളായിട്ട് നിങ്ങളെ മുന്നിൽ വരും. ഞാൻ ആരെയും ആക്ഷേപിച്ചതല്ല, ആരും ഒന്നും പറഞ്ഞതല്ല. പറയേണ്ടത് ആരായാലും പറയല്ലോ മക്കളെ. പറയേണ്ടത് ഏതൊരാളെ മുഖത്ത് നോക്കി പറയും. നമ്മള് കുറ്റവും കുറവും അങ്ങനെ ഇന്നേ വ്യക്തിനെ കൊണ്ടുള്ള കുറ്റവും കുറവും വേറൊരാളോട് ചെന്ന് പറയാൻ പാടില്ല. ഇനി ഒരു വ്യക്തിന്റെ എല്ലാ രഹസ്യങ്ങളും നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് കൂട്ടിക്കോ, അത് വേറൊരാൾക്ക് ചെന്ന് പറഞ്ഞു. അതിനാണ് കുറ്റവും കുറവും ഈബത്തും നമീമത്തും എന്ന് പറയുന്നത്. എല്ലാണ്ട് മുഖത്ത് നോക്കിയിട്ട് പബ്ലിക്കിൽ വന്ന് കാര്യം പറയുന്നത് ഈബത്തും നമീമത്തും കുറ്റവും ഒന്നുമല്ല. മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, ബൈ.